പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 2 തീയതി ഹല്ലേലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി. 1 തീയതി പകൽക്കാലം അത്ഭുതകരമായി നടത്തി, അനർത്ഥങ്ങൾ ഒഴിവാക്കി തന്നു, വാഹനങ്ങളെ നിയന്ത്രിച്ചു, ചുറ്റും അഗ്നിമതിലായി നിന്ന് നമ്മളെ സംരക്ഷിച്ച കർത്താവ് ആ കരങ്ങളെ ഉയർത്തി ഒരു 7 പ്രാവശ്യം സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, രാത്രി നല്ല ഉറക്കം തന്നതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവല്ലേ നമ്മളെ കരുതിയത്? രാത്രിയിലെ ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് കർത്താവല്ലേ? ചുറ്റും ദൂതന്മാരെ നിർത്തി നമ്മളെ കാവൽ ചെയ്തത് കർത്താവല്ലേ? ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അതുപോലെ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർത്തിയത് കർത്താവല്ലേ? കരമുയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. ഞങ്ങളെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം. ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് കർത്താവാകിയാൽ സ്തോത്രം. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ബുദ്ധി പറഞ്ഞ് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ശുഭകരമായി പ്രവർത്തിപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവെ, എല്ലായിടത്തും ജയത്തോടെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ കൂടെ നിന്ന് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങേക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, പിതാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കും. തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സ്വസ്ഥതയുണ്ടാകട്ടെ. ഈ 2024 ജൂലൈ മാസം സ്വസ്ഥതയുടെ മാസമെന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, ആ വലിയ സ്വസ്ഥത ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവരുടെ മക്കളുടെ വിഷയങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. കർത്താവെ, ഇവരുടെ മക്കളുടെ വിഷയങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവരുടെ ജോലി സ്ഥലത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവരുടെ ബിസിനസ്സിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ. അത്ഭുതകരമായി ദൈവത്തിന്റെ വലിയ മഹിമ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. ശരീരത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. രോഗത്തിന്റെ അവസ്ഥകളെല്ലാം മാറി യേശുവിൻ നാമത്തിൽ വലിയ സൗഖ്യമുണ്ടാകട്ടെ, വലിയ ആരോഗ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെയും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ കിഡ്നി രോഗങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യം തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ നാമത്തിൽ തക്കതായ ആലോചനകൾ ഈ മാസം തന്നെ വരുവാനും അത് ഫിക്സ് ആകുവാനും കർത്താവ് ഇടവരുത്തണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മാസം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്ന ദാസിദാസന്മാരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ മഹിമ വെളിപ്പെടണമേ. കർത്താവെ, അങ്ങയുടെ മഹത്വം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഇന്നലത്തെ മീറ്റിംഗിന്റെ തുടർമാനമായ മീറ്റിംഗ് ഉണ്ടാകും. നിശ്ചയമായിട്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിന്റെ പ്രത്യേകത മന്ത് ഓഫ് റെസ്റ്റ്, സ്വസ്ഥതയുടെ മാസം എന്നാണ് പേരിട്ടത്. കാരണം 7-ാം ദിവസം, 7-ാം മാസം ഒക്കെ ബൈബിളിനകത്ത് വളരെ പ്രാധാന്യമുള്ളത്. 7-ാം ദിവസം കർത്താവ് തന്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെയും മാറി താൻ സ്വസ്ഥനായിട്ടിരുന്നു എന്ന് പറയുന്നു. 7-ാം ദിവസം ദൈവമക്കൾക്ക് കൊടുത്തിരുന്ന മന്ന പിറക്കുവാൻ അവർ പോകണ്ട, അവർ ഭവനത്തിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. 6-ാം ദിവസം പിറക്കിയ മന്ന 7-ാം ദിവസം കൂടെ അവർക്ക് ലഭിക്കുമെന്ന് പറയും. അപ്പോൾ 7-ാം ദിവസത്തിന് അല്ലെങ്കിൽ 7-ാം മാസത്തിന് ആ ഒരു പ്രത്യേകതയാണ്. എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് ഈ സ്വസ്ഥതയിൽ, ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കാം? അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്.
ആവശ്യമാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവമക്കൾക്ക് ആ സ്വസ്ഥതയിൽ ജീവിക്കുവാൻ കഴിയുക? അവർ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന തിരുവെഴുത്ത് പറയുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നു അവർ വിശ്വസിക്കാഞ്ഞതുകൊണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇങ്ങനെ 19-ാമത്തെ വാക്യം പറഞ്ഞു, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ സ്വസ്ഥതയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവിക സ്വസ്ഥതയിലേക്കാണ് പ്രവേശിക്കും. ഇപ്പൊ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് കർത്താവ് ഒരു തിരുവെഴുത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തിരുവെഴുത്തിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ സ്വസ്ഥതയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന തിരുവെഴുത്ത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ദൈവിക സ്വസ്ഥത നമ്മൾ എൻ്റർ ചെയ്യും. ഞാൻ നിന്നെ വളർത്തുന്നവനാണ്, ഞാൻ നിന്നെ ഉയർത്തുന്നവനാണ്, ഞാൻ നിന്നെ തലയെ ഉയർത്തിപ്പിടിപ്പിക്കും, അല്ലെങ്കിൽ നീ വാലല്ല തലയാകും, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്തൊക്കെ തിരുവെഴുത്തുകളിൽ പറയുന്നു. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അവിടെ സ്വസ്ഥത കിട്ടും. വിശ്വസിക്കുന്നവനാണ് സ്വസ്ഥത കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് മാത്രമേ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറഞ്ഞു, അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് നോക്കി, നമ്മൾ ഈ മാസം ആരംഭ ദിവസങ്ങളിൽ നമ്മളും കേട്ടു ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കുവാൻ കഴിയും, നമ്മളെ ദൈവിക സ്വസ്ഥതയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളും കേട്ടു. ഇന്നിപ്പോ ആയിരക്കണക്കിന് ആളുകൾ ഈ മെസ്സേജ് കേട്ടു, ഇന്നലത്തെ മീറ്റിംഗിലൂടെ കേട്ടു, ഇന്നലത്തെ മോർണിംഗ് മെസ്സേജിലൂടെ കേട്ടു. പക്ഷെ കേട്ട കുറച്ചു പേരായത് വിശ്വസിക്കുന്നത്. വിശ്വസിച്ച അവരാണ് എന്തിലേക്ക് വരുന്നത്? സ്വസ്ഥതയിലേക്ക് വരുന്നത്. കേട്ടു മറന്നവർ സ്വസ്ഥതയിലേക്ക് വരത്തില്ല, കേട്ട് സംശയിച്ചു നിൽക്കുന്നവർ സ്വസ്ഥതയിലേക്ക് വരത്തില്ല. മറിച്ച് കേട്ട് അതിൽ വിശ്വസിച്ച് അതിൽ ആശ്രയിക്കുന്നവരാണ് ഇവിടെ വന്ന് കയറുന്നത്, സ്വസ്ഥതയിലേക്ക് വന്ന് കയറുന്നത്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നുവെങ്കിലും കേട്ടവരിൽ എന്തായി പരിണമിച്ചില്ല? വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്നാൽ 3-ാം വാക്യം പറയുക, എബ്രായ ലേഖനം 4:3, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ ഹല്ലേലൂയ പ്രവേശിക്കുന്നത്. ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്? വിശ്വസിച്ചവരായ നാം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൽ ആശ്രയിക്കും. ആശ്രയിക്കുന്നവർക്ക് എന്തുണ്ട്? അവർ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യം ഇറങ്ങും, അവിടെ അത്ഭുതങ്ങൾ നടക്കും. അപ്പൊ നമ്മൾ അവിടെ നിലവിളി ഉണ്ടാകുന്നില്ല, അവിടെ പരവേശം ഉണ്ടാകുന്നില്ല, അവിടെ ആകുലതകൾ ഉണ്ടാകുന്നില്ല. അവർ കർത്താവിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. അപ്പം ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നായി? റെസ്റ്റായി. ഹല്ലേലൂയ. നമ്മൾക്കൊരു ബെഡിൽ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത്? നമ്മളെ ബെഡിനെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. ഈ ബെഡ് ഈ കട്ടിൽ ഒടിഞ്ഞു പോകത്തില്ല എന്നൊരു നമുക്കൊരു നല്ല ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്നലെ രാത്രി സ്വസ്ഥമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയോ, അയ്യോ ഇത് ഒടിഞ്ഞു പോകുമോ എന്ന് ചിന്തിച്ചോ? ഇല്ല, നമ്മൾ ട്രസ്റ്റ് ചെയ്തു. ആ ബെഡ് ഒടിഞ്ഞു പോകത്തില്ല എന്ന ട്രസ്റ്റ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കട്ടിലിൽ കിടന്നുറങ്ങി. ഇതുപോലെ കർത്താവിന്റെ വചനത്തിൽ ഹല്ലേലൂയ വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം, എന്നിട്ട് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, ഈ വചനത്തിൽ എന്തു പറഞ്ഞു അതുപോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സ്തോത്രം. കർത്താവിന്റെ മഹത്വം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അങ്ങ് പ്രവേശിക്കുക. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ ഈ പുതിയ മാസം മാറണം കേട്ടോ. വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന് സ്തോത്രം പറയണം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാൻ തുടങ്ങും. ഈ വചനം കേൾക്കുന്ന എല്ലാവരും, ഇന്ന് ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരും കർത്താവെ ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. ഈ ഭൂമിയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവിക സ്വസ്ഥത എല്ലാത്തിനകത്തും കർത്താവെ ഒരു സ്വസ്ഥതയിലേക്ക് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. തന്റെ കുഞ്ഞുങ്ങളെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കേട്ടിട്ട് വിശ്വസിക്കാത്തവരല്ല, കേട്ടിട്ട് വിശ്വസിച്ചവരാ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.